ഹലോ. അപ്പോൾ നമ്മളിന്നൊരു വെഡ്ഡിങ് റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാണ് കേട്ടോ. ഇക്കാടെ ഒരു ഫ്രണ്ടിൻ്റെ റിസപ്ഷനാണ്. കല്യാണം തലേദിവസം കഴിഞ്ഞിരുന്നു. അമ്മിണിക്കുട്ടിയെ ഞാൻ ഓൾറെഡി ആദ്യമേ റെഡിയാക്കി നിർത്തി. ഇവർ രണ്ടുപേരും ഫ്രണ്ടിലിരുന്ന് എന്നെ കളിയാക്കാണ് കേട്ടോ. ഞാൻ പുറകിൽ പൊട്ടിയൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നതുകൊണ്ട് നല്ല വെയിറ്റാണ്, എപ്പോഴും കൊണ്ടുവന്നതിനെക്കാട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഗ്രൂമിൻ്റെ വീട്ടിൽ തന്നെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫംഗ്ഷൻ. നല്ലൊരു ഇവൻറ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്തത് നല്ല ഭംഗിയിൽ അവരെല്ലാം ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞമ്മണി ഇങ്ങനെ നോക്കുകയാണ് ഇത് എവിടെ പോകുന്നതെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണപ്പെണ്ണും ചെറുക്കനും. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ രണ്ടാളിനെയും കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് ഫുള്ള് നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ ചായപ്പീടിയ, നമ്മുടെ എന്താ പറയണ്ടേ ചായ, അങ്ങനത്തെ സംഭവങ്ങൾ, ബ്രെഡ് ഐറ്റംസ് അതൊക്കെ വേറെ, അങ്ങനെയൊക്കെ നല്ലൊരു ഭംഗിയിൽ അവരതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മിണിയോട് ചോദിക്കാൻ കേട്ടോ, അമ്മിണിക്ക് എന്താ ഏത്തയ്ക്കാപ്പം വേണോ ബജി വേണോ? അവൾക്ക് ഇതൊന്നും വേണ്ട. അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, എന്തായാലും ഞാനൊരെണ്ണം ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കുഞ്ഞുള്ളതുകൊണ്ട് നമ്മൾ പൊതുവെ പൊറോട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മളങ്ങനെ അധികം കഴിക്കാറില്ല. കാരണം അവൾക്ക് കൊടുക്കുന്ന ആ ഒരു ഇതുകൊണ്ട് അങ്ങനെ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ കുഞ്ഞിന് ആദ്യം വാരി കൊടുത്തിട്ട് ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യാണ്. നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടുത്തെ മ്യൂസിക് പ്രോഗ്രാംസൊക്കെ കണ്ടു. ഇത് കണ്ടു, ഒരു തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴുവായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ ആ ഒരു ഡാൻസ് ഒക്കെ കാണാൻ. പിന്നെ ഡിസേർട്ടായിട്ട് നമ്മളൊരു ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം അതൊക്കെ നമ്മൾ കഴിച്ചു. കുഞ്ഞിന് അത് മതി, ആളിന് വേറെ ഫുഡൊന്നും വേണ്ട. ആളിന് ഐസ്ക്രീം കണ്ടപ്പോൾ പിന്നെ അത് മതി. പിന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവരോടും ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ പയ്യൻ്റെ അനിയൻ. അപ്പോൾ ഇവരോടെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.